ദേശീയ താൽപര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ദേശീയ ലക്ഷ്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും ഇന്ത്യൻ നയതന്ത്രം തയ്യാർ. കഴിഞ്ഞ ദശകത്തിൽ ലോകവുമായുള്ള ഇന്ത്യയുടെ ഇടപെടലിന്റെ വികാസത്തെക്കുറിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബുധനാഴ്ച സംസാരിക്കുകയും ദേശീയ താൽപര്യങ്ങളും ലക്ഷ്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യൻ നയതന്ത്രം എങ്ങനെ സജ്ജമാണെന്ന് എടുത്തു കാണിക്കുകയും ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന 11ാമത് ഹെഡ്സ് ഓഫ് മിഷൻസ് കോൺഫറൻസിൽ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണർമാർ, അംബാസഡർമാർ, മുതിർന്ന വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ എന്നിവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ പരാമർശം നടത്തി. കഴിഞ്ഞ ദശകത്തിൽ ലോകവുമായുള്ള ഇന്ത്യയുടെ ഇടപെടലിന്റെ ഗണ്യമായ വികാസം ഞങ്ങളുടെ ആശയവിനിമയത്തിലൂടെ തിരിച്ചറിഞ്ഞു. അസ്ഥിരവും പ്രക്ഷുബ്ധവുമായ ഒരു ലോകത്ത് ദേശീയ താൽപര്യം മുന്നോട്ട് കൊണ്ടുപോകാനും ദേശീയ ലക്ഷ്യങ്ങൾ സുരക്ഷിതമാക്കാനും ഇന്ത്യൻ നയതന്ത്രം സജ്ജമാണെന്നും എക്സിലെ ഒരു പോസ്റ്റിൽ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് EAM പറഞ്ഞു. ഇന്ന് രാവിലെ ഇക്വഡോർ വിദേശകാര്യമന്ത്രി ഗബ്രിയേല സോമർഫെൽഡ് റെസോറോയുമായുള്ള ദക്ഷിണ അമേരിക്കൻ രാജ്യവുമായുള്ള ഇന്ത്യയുടെ സഹകരണം കൂടുതൽ ശക്തമാകുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് വിദേശകാര്യമന്ത്രി ജയശങ്കർ ചർച്ച ചെയ്തു. ബഹുമുഖ വേദികളിൽ ഇന്ത്യ അടുത്ത സഹകരണം നൽകുമെന്നും ജയശങ്കർ ഉറപ്പു നൽകി. ഇന്ത്യയിലേക്കുള്ള ആദ്യ സന്ദർശനത്തിനെത്തിയ ഇക്വഡോറിലെ വിദേശകാര്യമന്ത്രി ഗബ്രിയേല സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. വ്യാപാരം, ആരോഗ്യം, കൃഷി, ഡിജിറ്റൽ ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള വഴികളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ബഹുമുഖ വേദികളിൽ അടുത്തു സഹകരിക്കുമെന്നും എക്സിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ നയിക്കുന്ന അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിലും അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് സഖ്യത്തിലും ചേരുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള ഇക്വഡോറിന്റെ തീരുമാനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ക്വിക്ക് ഇംപാക്ട് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിനുള്ള ധനസഹായം സംബന്ധിച്ച കരാർ നമ്മുടെ വികസന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയും ഇക്വഡോറും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി റെസേറോ ബുധനാഴ്ച പുലർച്ചെ ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹി വിവിധ മേഖലകളിലെ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ 80ാമത് ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് അന്നാലീന ബെയർബോക്കുമായി വിദേശകാര്യമന്ത്രി ചൊവ്വാഴ്ച ദേശീയ തലസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. UN പരിഷ്കാരങ്ങൾ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, കൃത്രിമ ബുദ്ധി, പശ്ചിമേഷ്യൻ സംഘർഷം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ആഗോള വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തി. സമകാലിക ആഗോള യാഥാർത്ഥ്യങ്ങളെ, പ്രത്യേകിച്ചും ആഗോള ദക്ഷിണ ഇന്ത്യയുടെ ആശങ്കകളെയും അഭിലാഷങ്ങളെയും പ്രതിഫലിക്കുന്ന പരിഷ്കരണ ബഹുരാഷ്ട്രവാദത്തിന്റെ പ്രാധാന്യം അദ്ദേഹം അടിവരയിട്ടു. UNGAയിലെ നിലവിലെ റോളിൽ ബെയർബോക്കിന്റെ നേതൃത്വത്തിനും സംഭാവനകൾക്കും ജയശങ്കർ നന്ദി പറഞ്ഞു. ഏഷ്യയിലേക്കുള്ള വിശാലമായ സന്ദർശനത്തിന്റെ ഭാഗമായി EAMന്റെ ക്ഷണപ്രകാരം പ്രസിഡന്റ് ബെയർബോക്ക് ഇന്ത്യ സന്ദർശിക്കുന്നു. സന്ദർശനവേളയിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയ പ്രതിനിധികൾ, ഇന്ത്യയിലെ UN കൺട്രി ടീം, ഭൂട്ടാനിലെ UN കൺട്രി ടീമിന്റെ പ്രതിനിധികൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.